സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിയവരും അതിവേഗത്തിൽ. PB അൻവറിന് പിന്നിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള മതമൗലികവാദ സംഘടനകളെന്ന് പാലോളി മുഹമ്മദ് കുട്ടി. നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യുകയാണ് ഇത്തരം സംഘടനകളുടെ ലക്ഷ്യം. നിസ്കാരം തടയാൻ CPM ശ്രമിച്ചുവെന്ന ആരോപണം വില കുറഞ്ഞതാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി. മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യുന്നത് അപകടകരമെന്ന് AK ബാലൻ. അൻവറുമായി ചർച്ച നടത്തുമെന്ന് VD സതീശൻ. സിദ്ദിഖിന് ആശ്വാസവിധി. ബലാത്സംഗ കേസിൽ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞു സുപ്രീംകോടതി. പരാതി നൽകാൻ വൈകിയതെന്തെന്ന് കോടതി. സിദ്ദിഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുത്തു പോലീസ്. ലൈംഗികാതിക്രമ പരാതിയിൽ ബാലചന്ദ്ര മേനോനെതിരെയും കേസ്. ഫെഫ്കയ്ക്കെതിരെ പരാതി നൽകി ഫിലിം ചേംബർ. കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പന്റെ വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രി. പുഷ്പന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം മൃഗശാലയിലെ 3 ഹനുമാൻ കുരങ്ങുകളെ കൂട്ടിൽ നിന്നും കാണാതായി. മൃഗശാല വളപ്പിൽ തന്നെ ഉണ്ടെന്ന് ഡയറക്ടറുടെ സ്ഥിരീകരണം. ഏഴ് മണി മുതൽ 2 ദിവസത്തേക്ക് ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുറക്കില്ല. ബെവ്കോ മദ്യവിൽപ്പനശാലകൾ 7 മണിക്ക് അടയ്ക്കുന്നത് സ്റ്റോക്ക് എടുപ്പ് പ്രമാണിച്ച്. ഡ്രൈഡേയും ഗാന്ധി ജയന്തിയും അടുത്തടുത്ത ദിവസങ്ങളിലായതിനാൽ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ ഒക്ടോബർ 1, 2 തീയതികളിലും അവധിയായിരിക്കും. അധികൃതരെ വലച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുരങ്ങൻ. വിമാനത്താവളത്തിൽ കുരങ്ങനെ കണ്ടത് ഉച്ചയ്ക്ക് 12 മണിയോടെ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കുരങ്ങനെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നു. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിൽ കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയ കാർ. കാറിലുണ്ടായിരുന്ന 3 യുവാക്കൾക്ക് പരുക്ക്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ 2ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം. ജാമ്യം അനുവദിച്ചത് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. സുപ്രീംകോടതിക്ക് സ്ത്രീകൾക്കൊപ്പം നിൽക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു. കാലതാമസത്തിന്റെ പേരിൽ നീതി നിഷേധിക്കാൻ പാടില്ല. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞാൽ ജാമ്യത്തിൽ പ്രസക്തിയില്ലെന്നും ആർ ബിന്ദു. CPIയുടെ രാഷ്ട്രീയം LDF രാഷ്ട്രീയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF രാഷ്ട്രീയത്തിന് മറുഭാഗത്തുള്ള ഒരു വഴിയും CPIയുടേതല്ലെന്നും ബിനോയ് വിശ്വം. പോക്സോ കേസിൽ മോൻസൺ മാവുങ്കലിനെ കോടതി വെറുതെ വിട്ടു. 1ാം പ്രതി ജോഷി കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിച്ചു. മറ്റൊരു പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട മോൻസൺ ജയിലിലാണ്. പോക്സോ കേസിൽ മോൻസൺ മാവുങ്കലിനെ കോടതി വെറുതെ വിട്ടു. 1ാം പ്രതി ജോഷി കുറ്റക്കാരനെന്ന് കോടതി. രാജ്യത്തിന് മാതൃകയായി വീണ്ടും കേരളം. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ കേരളം രാജ്യത്ത് 1ാമത്. കേരളം 1ാമതെത്തിയത് പ്രജാ ഫൗണ്ടേഷന്റെ 2024 ദേശീയ നഗരഭരണ സൂചികയിൽ. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ വൈദ്യുതി തകരാർ പരിഹരിച്ചു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്.
ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. ബയോസയൻസ് രംഗത്ത് കേരളത്തിന്റെ സാധ്യതകൾ വിളിച്ചറിയിച്ച് ബയോ കണക്ട് 2.0 സമാപിച്ചു. കേരളത്തിന്റെ മറ്റു മേഖലകളിലും ലൈഫ് സയൻസസ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യവസായ രംഗത്ത് കേരളം മാറ്റത്തിന്റെ പാതയിലാണെന്ന് ഭാരത് ബയോടെക് MD ഡോക്ടർ കൃഷ്ണ എല്ല. ലൈഫ് സയൻസ് മേഖലയിൽ 16,600 കോടി രൂപയുടെ വരുമാന സാധ്യത തുറന്ന ബയോ കണക്ട് 2.0 കേരളത്തിലെ വൈരുദ്ധ്യമുള്ള തൊഴിലാളികളും ലോകോത്തര നിലവാരത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളും ബയോമെഡിക്കൽ രംഗത്ത് മുതൽക്കൂട്ടാകുമെന്ന് വ്യവസായ പ്രമുഖർ. ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യം വെച്ചുള്ള ജനകീയ ക്യാമ്പയിന് ഒരുങ്ങി പത്തനംതിട്ട. ക്യാമ്പയിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കളക്ടറേറ്റിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സംസ്ഥാന പൊതുമരാമത്ത് റോഡുകളിൽ 50% 3.25 വർഷം കൊണ്ട് BMBC നിലവാരത്തിലാക്കുവാൻ കഴിഞ്ഞതായി മന്ത്രി മുഹമ്മദ് റിയാസ്. നവീകരിച്ച കോട്ടയം നീണ്ടൂർ കുറുപ്പന്തറ റോഡ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിരുദതല പൊതുപ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിന് കൈറ്റ് ആവിഷ്കരിച്ച K2 എൻട്രൻസ് പദ്ധതിക്ക് തുടക്കം. രാത്രി 7:30 മുതൽ കൈറ്റ് വിക്ടേഴ്സിൽ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യും. തിരുവനന്തപുരത്ത് പാലോടിൽ കുടുംബമായി മോഷണം നടത്തുന്ന സംഘം പിടിയിൽ. പ്രതികൾ ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തിയത്. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല്. ഇന്നലെയാണ് സംഘർഷമുണ്ടായത്. 10ഓളം വിദ്യാർത്ഥികളാണ് തമ്മിൽ തല്ലിയത്. പോലീസ് എത്തിയപ്പോഴേക്കും വിദ്യാർത്ഥികൾ ചിതറിയോടി. വിദ്യാർത്ഥികളെ കണ്ടെത്താൻ പോലീസ് പരിശോധന ആരംഭിച്ചു. സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതോടെ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ലോകമെമ്പാടും. ക്രിസ്മസിന്റെ വരവറിയിച്ച ഈ വർഷത്തെ ആദ്യ കേക്ക് മിക്സിംഗ് തിരുവനന്തപുരത്ത് നടന്നു. തിരുവനന്തപുരം ഹയാത്ത് റീജൻസി ഹോട്ടലിലായിരുന്നു ഇത്തവണത്തെ ആദ്യ കേക്ക് മിക്സിംഗ്. മുക്കം മുസ്ലിം അനാഥാലയത്തിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് വിരുന്നൊരുക്കി കാലിക്കറ്റ് FC താരങ്ങളും മാനേജ്മെന്റും. പത്രങ്ങളിലൂടെയും ടിവിയിലൂടെയും മാത്രം കേട്ടും കണ്ടും പരിചയമുള്ള താരങ്ങൾ നേരിട്ടെത്തിയതിന്റെ ആവശ്യത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. മാതൃശിശു പരിചരണത്തിന് വേണ്ടി മാത്രമുള്ള കൊല്ലത്തെ ആദ്യ മദർ ആൻഡ് ചൈൽഡ് കെയർ ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. NS സഹകരണ ആശുപത്രി ക്യാമ്പസിലാണ് ബ്ലോക്ക് പ്രവർത്തിക്കുക. സഹകരണ മന്ത്രി VN വാസവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗൾഫിലുള്ള മകന് പോസ്റ്റ് ഓഫീസ് വഴി അയച്ച കൊറിയർ തൃശൂരെത്തിയപ്പോഴേക്കും എലി കരണ്ടു. ഇടുക്കി കരുണാപുരം സ്വദേശി മുഹമ്മദ് ബഷീർ കൂട്ടാർ പോസ്റ്റ് ഓഫീസിൽ നിന്നും അയച്ച കൊറിയറിലെ ഭക്ഷ്യവസ്തുക്കളാണ് പൂർണ്ണമായും എലികൾ അകത്താക്കിയത്. തിരുവനന്തപുരത്ത് പൂന്തുറയിൽ ഇടിമിന്നലേറ്റ് വള്ളവും കമ്പവലയും തകർന്നു. പണിക്ക് ശേഷം കരയ്ക്ക് കയറ്റിയിട്ടിരുന്ന വള്ളമാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലും ഇടിമിന്നലിലും തകർന്നത്.
അങ്കമാലിയിൽ അതിശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. പള്ളിയങ്ങാടി ഭാഗത്തും പാറക്കുളം സ്നേഹനഗർ ഭാഗങ്ങളിലും മൂന്നിലേറെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. വൻമരങ്ങൾ കടപുഴകി വീണു. നല്ല നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രന് നാടക് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അനുമോദനം. ആറങ്ങോട്ടുകര പാഠശാലയിൽ വെച്ചായിരുന്നു ആദരം. ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റായ VS കൃഷ്ണമോളെയും ഈ വേദിയിൽ ആദരിച്ചു. വയനാട്ടിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞു. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ദാസനക്കരയിൽ കൃഷിയിടത്തിൽ നിന്ന് ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞു. മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിലേക്ക് തെങ്ങ് മറിഞ്ഞ് വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു. എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. ആയുഷ്മാൻ ആപ്പിലൂടെ beneficiary.nha.gov.in എന്ന വെബ് പോർട്ടലിലൂടെയും രജിസ്ട്രേഷൻ നടത്താം. എയർ ഇന്ത്യ വിമാനത്തിൽ വിളമ്പിയ ഓംലെറ്റിൽ പാറ്റയെ കണ്ടെത്തിയ സംഭവം പരാതിക്കാരിയായ യുവതിക്ക് പിന്തുണയറിയിച്ച് നടൻ അനുപം ഖേർ. സംഭവത്തിൽ ഉചിതമായ നടപടിയെടുക്കണമെന്നും നടൻ എക്സിൽ കുറിച്ചു. ഡൽഹിയിൽ കാറിന്റെ വേഗത കുറയ്ക്കാൻ ആവശ്യപ്പെട്ടതിന് പോലീസുകാരനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തി. ഡൽഹിയിലാണ് സംഭവമുണ്ടായത്. പോലീസ് കോൺസ്റ്റബിളായ സന്ദീപാണ് കൊല്ലപ്പെട്ടത്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. 3 മെയ്തേ യുവാക്കളെ കുക്കികൾ ബന്ദികളാക്കി. കേന്ദ്ര സർവീസിലേക്കുള്ള പരീക്ഷ എഴുതാനെത്തിയ 3 യുവാക്കളെയാണ് ബന്ദികളാക്കിയത്. സർക്കാർ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ഗുജറാത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർഗയും മസ്ജിദും ഖബർസ്ഥാനും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് നിലനിൽക്കെയാണ് നടപടി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 1.5 ലക്ഷം സർക്കാർ ജോലികൾ നിർത്തലാക്കി പാകിസ്ഥാൻ. ഭരണ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള നാസ ദൌത്യത്തിന് തുടക്കം. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഫ്രീഡവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് യാത്ര തിരിച്ചു. സ്പെയിനിൽ എൽഹിയേറെ ദ്വീപിന് സമീപം ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 9 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. കാണാതായ 48 പേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കാനറി ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ചവരുടെ ബോട്ടാണ് മുങ്ങിയത്. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും നേപ്പാളിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 129 പേർ മരിച്ചതായും 69 പേരെ കാണാതായതായും റിപ്പോർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തെ തുടർന്നുണ്ടായ കനത്ത മഴയാണ് ദുരന്തത്തിന് കാരണം. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സലാല കേരള വിഭാഗം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബദർ അൽ സമ ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി കൈരളി സലാല വനിതാ വിംഗും ഹാദി ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായി പായസ മത്സരം സംഘടിപ്പിച്ചു. ഹാദി ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ 24ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു.
സംസ്കൃതി ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ കേരള പ്രവാസി ക്ഷേമനിധി, നോർക്ക, ICBF ഇൻഷുറൻസ് എന്നിവയുടെ അംഗത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അൽഖോർ ഡൗൺ ടൗൺ സൂഖിൽ നടന്ന ക്യാമ്പിൽ 150-ലേറെ പേർ പങ്കെടുത്തു. നവംബർ 1 മസ്കറ്റിലെ അൽഫലജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടിയായ മാനവീയം 2024 പോസ്റ്റർ പുറത്തിറക്കി. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.